Good evening, students. Welcome to the lecture series of quantum mechanics. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മൊമെൻറ്റം സ്പേസ് വേവ് ഫംഗ്ഷനും പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷനും ഒക്കെയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് മൊമെൻറ്റം സ്പേസ് വേവ് ഫംഗ്ഷൻ, എന്താണ് പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ, ഈ രണ്ട് ബേസിസിലുള്ള വേവ് ഫംഗ്ഷനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നും റെപ്രസെൻറ്റ് ചെയ്തു. മൊമെൻറ്റം സ്പേസിൽ നമ്മൾ പൊസിഷൻ സ്പേസിൽ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്തത് പൊസിഷൻ സ്പേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് സൈ ആൽഫ ഓഫ് എക്സ് പ്രൈം എന്നും മൊമെൻറ്റം സ്പേസിൽ വേവ് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ഫൈ ആൽഫ ഓഫ് എക്സ് പ്രൈം എന്നുള്ളതാണ്. ഒരു ആർബിട്രറി കെറ്റ് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഫൈ ആൽഫ ഓഫ് നോട്ട് പി പ്രൈം. ഓക്കെ, ആർബിട്രറി കെറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതാണ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളിത് കുറച്ചും കൂടി അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പൊസിഷൻ സ്പേസിൽ ഒരു ഗോസിയൻ വേവ് പാക്കറ്റാണ് നമ്മളുടെ വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. നമ്മളിപ്പോൾ ആർബിട്രറി കെറ്റാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തതെങ്കിൽ നമുക്ക് ഇൻ ജനറൽ നമുക്ക് ഇഫ് യു ആർ കൺസിഡറിങ് എ ഗോസിയൻ വേവ് പാക്കറ്റ് ആസ് എൻ എക്സാമ്പിൾ, the Gaussian wave packet psi alpha of x prime, or simply you can write it as x prime alpha, that can be written as ഒരു arbitrary കെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Gaussian wave പാക്കറ്റിനെ നമുക്കൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ let us take a Gaussian wave packet, and the expression for that Gaussian wave packet is 1 by root d pi raised to 1 by 4 exponential I k x prime minus x prime square divided by 2d square. This is equation number 1. This equation represents a Gaussian wave packet. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ശരിക്കും ഒരു പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷനാണ്. ദറ്റ് പ്ലെയിൻ വേവ് വിച്ച് ഈസ് മോഡുലേറ്റഡ് ബൈ എ വേവ് പാക്കറ്റ്. ഒരു പ്ലെയിൻ വേവിൻ്റെ സാധാരണ ഒരു പ്ലെയിൻ വേവിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്നൊക്കെ നമ്മളൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ എഴുതാറുണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ വേവിനെ ഒരു ഗോസിയൻ പ്രൊഫൈൽ വെച്ച് മോഡുലേറ്റ് ചെയ്ത ഒരു വേവ് ഫംഗ്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇക്വേഷൻ ആക്ച്വലി ദിസ് വേവ് ഫംഗ്ഷൻ represents a plane wave with wave number k modulated by a Gaussian profile. Gaussian profile. ഈ ഗോസിയൻ പ്രൊഫൈലിൻ്റെ നമ്മൾ ഒരു ഇഫക്റ്റീവ് വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഡി എന്നുള്ളതാണ്. അതായത് ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ probability modulus x prime alpha whole square with x, the graph will be a Gaussian function with width d such that the probability of finding the particle vanishes when modulus x prime greater than d. സോ നിങ്ങൾക്ക് കാണാം ഡിക്ക് മുകളിലാണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ആണെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളൊരു ഗോസിയൻ പ്രൊഫൈലാണ് നമ്മളുടെ വേവ് ഫംഗ്ഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മൾ ഡിഗ്രി തലത്തിലൊക്കെ ഡീപ് ബ്രോഗ്ലി റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് മാറ്റർ വേവ് എന്ന് പഠിച്ചിട്ടുണ്ട്. മാറ്റർ വേവിൻ്റെ കോൺസെപ്റ്റും
അത്തരം കാര്യങ്ങളും വേവ് ഫംഗ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു വേവ് പാക്കറ്റാണ്. എന്തുകൊണ്ട് വേവ് പാക്കറ്റ് കൺസിഡർ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ആ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മാറ്റർ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റർ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഗോസിയൻ വേവ് പാക്കറ്റാണ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. ഒരു ഗോസിയൻ പ്രൊഫൈലിൽ മോഡുലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ വേവ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ വേവ് അതിൻ്റെ ഫൈനൈറ്റ് ഡി എന്ന് പറയുന്ന വിഡ്ത്തിനപ്പുറം അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഈസ് മോഡുലസ് സൈ ആൽഫ ഓഫ് എക്സ് പ്രൈം ഹോൾ സ്ക്വയർ. അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡിക്ക് താഴെ വാനിഷ് ചെയ്യുന്നതായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഗോസിയൻ പ്രൊഫൈൽ. ഈ ഗോസിയൻ പ്രൊഫൈലിൻ്റെ ഈ പൊസിഷൻ സ്പേസ് വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, we want to calculate the expectation value of x, expectation value of x square, expectation value of p, expectation value of p square. ഇത് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് മാത്തമാറ്റിക്കലി നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുത്താണത് ഒരു ഗോസിയൻ വേവ് പാക്കറ്റാണ്. എന്തുകൊണ്ടാണ് ഗോസിയൻ വേവ് പാക്കറ്റ് എടുത്തത് എന്നുള്ളതൊക്കെ നമ്മൾ അവസാനം വരും. ഒരു മിനിമം അൺസർട്ടൻറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ്റെയും അതിൻ്റെ സ്ക്വയറിൻ്റെയും നമുക്ക് അതിൻ്റെ മൊമെൻറ്റവും അതിൻ്റെ പി സ്ക്വയറിൻ്റെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈ എക്സ് ബേസിസിലും നമുക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ഈ സൈ ആൽഫയെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഫൈ ആൽഫ ഓഫ് പി പ്രൈം തൊട്ട് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മൊമെൻറ്റം സ്പേസിൽ ഇത് കിട്ടുകയാണെങ്കിൽ മൊമെൻറ്റം സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊമെൻറ്റം സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടും ഒരേ റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി കൺസിഡർ ചെയ്യാം. ലെറ്റ് us write psi alpha of x prime is equal to bracket x prime alpha 1 by root d pi raised to 1 by 4 exponential I k x prime minus x prime square divided by 2d square, which is equation number 1. This is the expression, Gaussian wave packet. Let us compute expectation value of x. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പൊസിഷൻ ബേസിസിലാണ് ഈ വേവ് ഫംഗ്ഷൻ എഴുതിയത്. In position basis. എങ്ങനെ നമുക്ക് എഴുതാം? Expectation value of x is equal to integral dx prime psi alpha of x prime star x psi alpha of x prime. Okay. അപ്പോൾ നിങ്ങൾക്ക് psi alpha എന്നുള്ളതിന് പകരം വേണമെങ്കിൽ integral dx prime ആൽഫ എക്സ് പ്രൈം ഇങ്ങനെ എഴുതാം. എക്സ് ക്യാപ് എക്സ് പ്രൈം ആൽഫ എന്ന് ഏത് രൂപത്തിൽ വേണമെങ്കിലും എഴുതാം. നമുക്ക് സൈ ആൽഫ ഓഫ് എക്സ് പ്രൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈ ആൽഫ ഓഫ് എക്സ് പ്രൈം സ്റ്റാർ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എഴുതുമ്പോൾ വളരെ ലളിതമായിട്ട് എഴുതാം. ഇൻറ്റഗ്രൽ ഡി എക്സ് പ്രൈം കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എങ്ങനെ എഴുതാം? 1 by root d pi raised to 1 by 4 exponential minus I k x prime minus x prime square divided by 2d square into x cap 1 by root d pi raised to 1 by 4 exponential I k x prime square by 2d square. This is the expression. Okay. നമുക്കൊരു കാര്യം ചെയ്യാം.
ഈ കോൺസ്റ്റൻറ്റുകളെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 ബൈ, ഇവിടെ റൂട്ട് ഡി ഉണ്ട്, 1 ബൈ ഡി വന്നു, പൈ റേസ് ടു 1 പ്ലസ് 1 ടു 1 ബൈ 2 വന്നു, 1 ബൈ ഡി പൈ റേസ് ടു 1 ബൈ 2 ഇൻ്റഗ്രൽ ഡി എക്സ് പ്രൈം. ഈ ടേമുകളെ നമുക്ക് കമ്പൈൻ ചെയ്താൽ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ കെ എക്സ് പ്രൈം ഉണ്ട്, ഇവിടെ എക്സ്പൊണൻഷ്യൽ ഐ കെ എക്സ് പ്രൈം ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇ റേസ് ടു 0 1 വരും. അടുത്ത ടേം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് വരും. 2x പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d സ്ക്വയർ എന്നുള്ള രീതിയിൽ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ വരും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. The result of this integration will be 0. എങ്ങനെ അത് കിട്ടിയെന്ന് ചോദിച്ചാൽ യു ക്യാൻ റിമെമ്പർ an identity integral മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. നമുക്കറിയാം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ലിമിറ്റ് പ്രത്യേകം എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ഓവർ ദ സ്പേസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി x exponential minus ax square dx is equal to 0 എന്ന് വരും. ഇപ്പോൾ നമ്മളിവിടെ എക്സ് ക്യാപ്പ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഓപ്പറേറ്ററാണ്. ഈ ഫംഗ്ഷൻ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എക്സ് ക്യാപ്പ് ഇതിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് പ്രൈം വരും. ഇത് എക്സ് പ്രൈം എന്നാണ് ശരിക്കും എഴുതേണ്ടത്. എക്സ് പ്രൈം എ എക്സ് പ്രൈം സ്ക്വയർ ഡി എക്സ് പ്രൈം. ഓക്കെ, ഈ എ എന്ന് പറയുന്നത് ഇവിടെ 1 ബൈ ഡി സ്ക്വയർ വരും, അത്രയേ ഉള്ളൂ. സോ ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, then let us find out the expectation value of x square. Let us find out expectation value of x square. Expectation value of x square is equal to integral dx prime psi alpha star of x prime x square psi alpha of x prime. So that can be written as integral dx prime 1 by root d pi raised to 1 by 4 exponential minus I k x prime minus x prime square divided by 2d square. Expectation operator x square 1 by root d pi raised to 1 by 4. So this is 1 by 4 exponential I k x prime minus x prime square divided by 2d square. Okay, so x prime square is operating on this function. You will get the same x cap square ket alpha എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. x prime square ket alpha എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ x square എന്നുള്ളതിന് പകരം x prime square നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റന്റുകളെ പുറത്തേക്ക് എടുത്താൽ 1 ബൈ ഡി പൈ റേസ് ടു 1 ബൈ 2 ഇൻ്റഗ്രൽ ഡി എക്സ് പ്രൈം, ഈ എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എക്സ്പൊണൻഷ്യൽ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എക്സ് പ്രൈം സ്ക്വയർ എന്ന്. ഓക്കെ, ഇതാണ് ടേം വരിക. ഈ റേസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈമും ഈ റേസ് ടു ഐ കെ എക്സ് പ്രൈമും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ exponential minus x prime square by d square എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്യണം.
വി നോ, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. വി നോ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആൽഫ എന്ന് ഉപയോഗിച്ചു. ആൽഫ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് പൈ ബൈ ആൽഫ ക്യൂബ്. ഇതാണ് റിസൾട്ട്. ഈ ഐഡൻറ്റിറ്റി നിങ്ങൾക്കറിയാം. ഈ ഐഡൻറ്റിറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ this is equation number 3. Substitute this identity in equation number 3. Substituting in equation number 3. What we will get? ഇവിടെ ആൽഫ എന്നുള്ളതിന് പകരം 1/d² ആണ് വരുന്നത്. ഇത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/d pi raised to 1/2 integral 1/2 into root pi by alpha cube. Alpha എന്ന് പറയുന്നത് 1/d² whole cube. So 1/root pi d into 2. ഇവിടെ റൂട്ട് പൈ വരും. d raised to 6 raised to 1/2 വരും. സോ റൂട്ട് പൈയും വെട്ടിപ്പോയി. ഇത് d³ വരും. t²/2 എന്നുള്ള റിസൾട്ട് വരും. സോ വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ, ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2a. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, കാലം അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 2 പ്രകാരം 2 പ്രകാരം എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3 പ്രകാരം expectation value of x square is equal to d²/2. അപ്പോൾ എന്താണ് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. ഡിസ്പേർഷൻ ഇൻ എക്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെൽറ്റ എക്സ് സ്ക്വയർ, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. So that can be written as d²/2 minus 0, that is equal to d²/2. So dispersion in x, standard deviation delta x square, mean square deviation എന്ന് പറയുന്നത് d²/2, which is equation number 4. അപ്പോൾ നമ്മൾ എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിച്ചു. Let us now check expectation value of p. What is expectation value of p in this in position basis? ഇവിടെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ psi ആൽഫ വെച്ചിട്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് p എന്ന് പറയുന്നത് you can write it as integral dx prime psi alpha of x prime star p cap psi alpha of x prime. നമുക്ക് പിയുടെ പൊസിഷൻ ബേസിസിലുള്ള റെപ്രസെൻറ്റേഷൻ അറിയാം. -IH ക്രോസ് പാർഷ്യൽ d/dx പ്രൈം, ഡോ എക്സ് പ്രൈം. ഓക്കെ, അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി ഈസ് ഈക്വൽ ടു integral dx prime psi alpha star of x prime എന്ന് പറയുന്നത് 1/√d pi raised to 1/4 exponential
minus I k x prime minus x prime square divided by 2d square into minus I h cross dou by dou x prime of exponential I k x prime minus x prime square divided by 2d square. Okay. So you can take the constants outside. 1 by d pi raised to 1 by 2 integral dx prime exponential minus I k x prime minus x prime square divided by 2d square you can take minus IH cross outside. So you can write minus IH cross ഇവിടെ പുറത്തേക്ക് എഴുതാം. Partial d by dx prime of exponential I kx prime into exponential minus x prime square divided by 2d square. ഞാൻ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. e raised to I kx prime minus x prime square by 2d square എന്നുള്ളതിന് പകരം e raised to I kx prime into e raised to minus x prime square divided by 2d square. നമുക്കൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സ്റ്റെപ്പ് എഴുതിയത്. സോ ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യു ഡി വി ഡിഫറൻഷ്യൽ ഓഫ് യു വി ഇൻറ്റു വി എന്ന് പറയുന്നത് യു ഡി വി പ്ലസ് പി ഡി യു എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതട്ടെ. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഡി റൂട്ട് പൈ integral dx prime exponential minus I k x prime into exponential minus x prime square divided by 2d square bracket u dv plus p du. അപ്പോൾ എന്തായി? exponential I k x prime u into dv. dv എന്ത് വരും? exponential minus x prime square divided by 2d square into minus 1 by 2d square into 2x prime plus v du. v എന്ന് പറയുന്നത് exponential minus x prime square divided by 2d square into exponential I k x prime into I k. Okay, clear? So minus I h cross divided by d root pi integral dx prime exponential ഇതിന് രണ്ടിനെയും ഒന്ന് മെർജ് ചെയ്തിട്ട് തന്നെ എഴുതാൻ പോവാണ്. മൈനസ് ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d സ്ക്വയർ. ഇതിൽ എക്സ്പോണൻഷ്യൽ ഐ കെ എക്സ് പ്രൈം ഇവിടെയുണ്ട്. ഇതിലും എക്സ്പോണൻഷ്യൽ, ഈ രണ്ട് ടേമിലും എക്സ്പോണൻഷ്യൽ ഐ കെ എക്സ് പ്രൈം ഉണ്ട്. രണ്ട് ടേമിലും എക്സ്പോണൻഷ്യൽ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡ് ബൈ 2d സ്ക്വയർ ഉണ്ട്. സോ യു ക്യാൻ ടേക്ക് ദീസ് ടേംസ് ഔട്ട്സൈഡ്. അതിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എക്സ്പോണൻഷ്യൽ ഐ കെ എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d സ്ക്വയർ എന്നുള്ള ടേം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബ്രാക്കറ്റ് ബാക്കി വരുന്ന ടേം എന്താണ്? മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഈ രണ്ടും വെട്ടിപ്പോയി. പ്ലസ് ഐ കെ. ദിസ് ഈസ് ദ ടേം. വളരെ സിമ്പിൾ ആയിട്ട് ഈ ടേം കിട്ടി. നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് പ്രൈമും ഇ റേസ് ടു ഐ കെ എക്സ് പ്രൈമും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഡി റൂട്ട് പൈ integral dx prime exponential minus
x prime square divided by d square എന്ന് വന്നു. 2d square 2d square minus 2x prime minus 2x prime square divided by 2d square എന്നുള്ളതിനെയാണ് ഞാൻ minus x prime square divided by d square എന്ന് എഴുതിയത്. ബ്രാക്കറ്റ് ik minus x prime square divided by d square. ഓക്കെ, അപ്പോൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം, ഈ രണ്ട് ടേമിനെയും സ്പ്ലിറ്റ് ചെയ്യാം. സോ ദ റിസൾട്ട് വിൽ ബി മൈനസ് ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഡി റൂട്ട് പൈ ഇൻറ്റഗ്രൽ ഡി എക്സ് പ്രൈം എക്സ്പോണൻഷ്യൽ ഐ കെ എക്സ്പോണൻഷ്യൽ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ മൈനസ് മൈനസ് ഐ എച്ച് ക്രോസ് എന്താവും പ്ലസ് ഐ എച്ച് ക്രോസ് ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഡി റൂട്ട് പൈ, ഒരു ഡി സ്ക്വയർ പുറത്തേക്ക് വന്നു, ഇൻറ്റഗ്രൽ എക്സ് പ്രൈം സ്ക്വയർ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. സോറി, സ്ക്വയർ ഇല്ല എന്നാണ്, എക്സ് പ്രൈമിനേ ഉള്ളൂ, തെറ്റ് എഴുതിയതാണ്. സ്ക്വയർ ഇല്ല, ഇവിടെ സ്ക്വയർ ഇല്ല. എക്സ് പ്രൈം എക്സ്പോണൻഷ്യൽ മൈനസ് എക്സ് പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നാണ്. നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് എഴുതി ഇൻറ്റഗ്രൽ എക്സ് പ്രൈം എക്സ്പോണൻഷ്യൽ, നമ്മളിങ്ങനെ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രൽ എക്സ് പ്രൈം എക്സ്പോണൻഷ്യൽ മൈനസ് എ എക്സ് പ്രൈം സ്ക്വയർ ഡി എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് ടേം വിൽ ബിക്കം 0. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് minus IH cross into IK divided by d root pi integral dx prime exponential minus x prime square divided by d square. So I into I minus plus I h cross k divided by d root pi ആണ്, d root pi into integral dx prime exponential minus x prime square divided by d square. So we know a relation. നമ്മൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ മൈനസ് എ എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് റൂട്ട് പൈ ബൈ എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ നമുക്കറിയുന്നൊരു ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാൽ സോ ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി വിൽ ബിക്കം എച്ച് ക്രോസ് കെ ഡിവൈഡഡ് ബൈ ഡി റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ ബൈ 1 ബൈ ഡി സ്ക്വയർ. സോ h cut k root pi d divided by root pi into d. So the result will be h cross k. So the expectation value of p will be h cross k. Very important relation. Okay. So the expectation value of p cap is equal to h cross k, which is taken as equation number 5. Okay. ഇനി നമുക്ക് p square കണ്ടുപിടിക്കാം. Let us now compute expectation value of p square. So expectation value of p square is integral dx prime psi alpha of x prime star p square psi alpha of x prime. So integral dx prime 1 by root d pi raised to 1 by 4 exponential minus I k x prime
minus x prime square divided by d square into minus IH cross whole square dou square by dou x prime square into 1 by bracket 1 by root d pi raised to 1 by 4 exponential I k x prime minus x prime square, sorry, this is 2d square, x prime square divided by 2d square ഈ രൂപത്തിൽ വരും. ഇപ്പോൾ ഇത് രണ്ട് വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചൊരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ കൂടുതലുണ്ട്, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പഴയ മെത്തേഡിൽ തന്നെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ ദ ടൈം ബീയിങ് ഞാനിത് ഈ സ്റ്റെപ്പുകൾ മുഴുവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കത് ഒരു എന്താ പറയുക, സ്റ്റുഡൻസിന് തന്നെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാത്തത്. സോ ദെൻ കൺക്ലൂഡിങ് വി വിൽ ഗെറ്റ് expectation value of p square will be equal to h cross square k square plus h cross square divided by 2d square. ഈ റിസൾട്ടിലേക്ക് എത്തും. ഇത് എങ്ങനെയാ എത്തണമെന്ന് ചോദിച്ചാൽ ആ എത്താൻ വേണ്ടി 3 ഐഡന്റിറ്റീസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ആ 3 ഐഡന്റിറ്റീസ് ഞാനൊന്ന് നോട്ട് ചെയ്യാം. ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇന്റഗ്രൽ x square e raised to minus a x square dx is equal to 1 by 2 root pi by a എന്നുള്ളതിന് ഒരു ആൽഫ എന്ന് കൊടുത്തു, ആൽഫ ക്യൂബ്, ആൻഡ് ഇന്റഗ്രൽ x e raised to minus a x square dx is equal to 0, and also integral e raised to minus a x square dx is equal to root pi by a. ഈ 3 ഐഡന്റിറ്റീസ് നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ 3 ഐഡന്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ റിസൾട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2d സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി സ്ക്വയറും എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പിയും കണ്ടുപിടിച്ചു. So simply we can write what is the dispersion in P measurement. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ പി ഹോൾ സ്ക്വയർ is equal to expectation value of P square minus expectation value of P whole square. This is h cross square k square plus h cross square divided by 2d square minus h cross k the whole square. So you can write it as h cross square divided by 2d square. So delta p whole square, expectation value of delta p whole square is h cross square by 2d square, which is equation number 7. What is dispersion in position? Delta x whole square, expectation value of delta x whole square is equal to d square by 2. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരും? ഡിസ്പേർഷൻ്റെ പ്രോഡക്റ്റ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ പി ഹോൾ സ്ക്വയർ is equal to h cross square by d square by 2 into h cross square divided by 2d square. So the result will be h cross square by 4. That is, which is that is delta x delta p is equal to h cross by 2 എന്ന് വന്നു. ഇത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇതാണ് മിനിമം അൺസർട്ടൻറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് മിനിമം. എപ്പോഴും അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ നമ്മൾ സാധാരണ ഒരു പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും എഴുതാറുള്ളത് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്നുള്ളതാണ്.
So this is the minimum uncertainty product. Minimum uncertainty product. അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിൽ പൊസിഷനും മൊമെൻറ്റവും സൈമിൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നമുക്ക് പറയുന്നത്. അബ്സല്യൂട്ട് ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് കിട്ടുന്നത് h×2 ആണ്. ആ മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഗോസിയൻ വേവ് പാക്കറ്റ് ആണ്. അപ്പോൾ ഏറ്റവും മിനിമം അൺസർട്ടനിറ്റി കിട്ടാവുന്ന ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഗോസിയൻ വേവ് പാക്കറ്റ് ആണ്. ഒരു ഗോസിയൻ വേവ് പാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി നമ്മളിവിടെ മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് ഡിറൈവ് ചെയ്തു. നമ്മൾ പൊസിഷൻ ബേസിസിലാണ് ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് പൊസിഷൻ ബേസിസിലാണ് നമ്മളിപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പിയും എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സും ഡെൽറ്റ എക്സും ഡെൽറ്റ പി ഒക്കെ കണ്ടുപിടിച്ചത്. നമുക്ക് ഇത് മൊമെൻറ്റം ബേസിസിൽ ചെയ്യാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ മൊമെൻറ്റം ബേസിസിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കിതിനെ മൊമെൻറ്റം ബേസിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, നമുക്ക് ഒരു മൊമെൻറ്റം ബേസിസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊസിഷൻ ബേസിസും മൊമെൻറ്റം ബേസിസും തമ്മിൽ കണക്ട് ചെയ്യാവുന്ന ഒരു റിലേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഫൈ ആൽഫ ഓഫ് പി പ്രൈം phi alpha of p prime is equal to 1 by root 2 pi h cross integral dx prime exponential minus I p prime x prime by h cross into psi alpha of x prime. This is the relation. ഇവിടെ നമ്മൾ psi alpha എടുത്തേണ്ടത് ഏതാ? psi alpha of x prime എന്ന് പറയുന്നത് ഗോസിയൻ വേവ് പാക്കറ്റ് ആണ്. സോ ഗോസിയൻ വേവ് പാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം മൊമെൻറ്റം ബേസിസിലുള്ള ഫൈ ആൽഫ കണ്ടുപിടിക്കാം. ഗോസിയൻ വേവ് പാക്കറ്റ് നമ്മൾ എന്താ എഴുതിയത്? 1/√d pi raised to 1/4 exponential I k x prime minus x prime square divided by 2d square. This is the Gaussian wave packet. You just substitute in this equation. So you can write phi alpha of p prime is equal to 1/√2 pi h cross integral dx prime exponential minus I p prime x prime by h cross into 1/√d pi raised to 1/4 exponential I k x prime minus x prime square divided by 2d square. So you can take all the constants outside. So 1/√2 pi h cross d pi raised to 1/2 integral dx prime integral dx prime exponential minus I p prime x prime by h cross plus I k x prime minus x prime square divided by 2d square. This is the expression which can be simplified as കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ ചെയ്താൽ which can be simplified as I am skipping that steps. It's not an important, അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ ചെയ്താൽ നിങ്ങൾക്കിത് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. So which can be simplified as phi alpha of p prime is equal to root of d divided by h cross root pi exponential minus
p prime minus h cross k whole square into d square divided by 2h cross square. This is the expression phi alpha of p prime. So momentum ബേസിസിലുള്ള ഗോസിയൻ വേവ് പാക്കറ്റിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഈ വേവ് പാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഴയ രീതിയിൽ തന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി എന്ന് പറയുന്നത് എച്ച് ക്രോസ് കെ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. വളരെ ലളിതമായിട്ട് ഇതേ മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഗോസിയൻ വേവ് പാക്കറ്റിനെ എടുത്തിട്ട് പൊസിഷൻ ബേസിസിലും മൊമെൻറ്റം ബേസിസിലും പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും ഇതിനെ ഇത്തരത്തിലുള്ള ഒരു മൊമെൻറ്റം ബേസിസിൻ്റെയും പൊസിഷൻ ബേസിസിൻ്റെയും റെപ്രസെൻറ്റേഷനെ ഒരു 3 ഡയമെൻഷണൽ സിറ്റുവേഷനിലേക്ക് ജനറലൈസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.